യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന മഹൽ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ കരുതനായ ദൈവത്തെ സ്തുതിക്കുക. അനേകം രോഗത്തിലും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ, കണ്ണുനീരിന്റെയും വേദനയുടെയും നിലയുടെയും മധ്യത്തിലായിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും ശൈത്യോടും നമ്മെ നിർത്തി ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമായിരിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തന്റെ കരുതൽ അനുഭവിപ്പാൻ, സർവശക്തന്റെ ചിറകിന്റെ മറവിൽ ആയിരുന്നു കൊണ്ട് ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകല വിടുതലുകളും പ്രാപിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കാം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഈ പകൽക്കാലം ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെ മുൻപേ സർവശക്തനായ ദൈവം കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തും. ഹല്ലേലൂയ. അതേ, ചില വിഷയങ്ങളുടെ അകത്ത് നിങ്ങൾ നിരാശയുടെ അനുഭവത്തിലായിരിക്കും, ഭാരത്തിന്റെ മധ്യത്തിലായിരിക്കും. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ വേദനയും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, സർവശക്തനായ ദൈവം ചില കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തുന്ന പകൽക്കാലം അത്ര. സ്തോത്രം. നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിനെ കാണാത്തൊരു ദൈവമല്ല, നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് മറുപടി തരുന്ന ദൈവം, നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്ന ദൈവം ചില കാര്യങ്ങൾക്ക് വ്യത്യസ്തത വരുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം അതിന്റെ 38 അധ്യായം അതിന്റെ 5 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യെശയ്യാ പ്രവാചകൻ, അഹസിന്റെ മകനായിരിക്കുന്ന ആമോസിന്റെ മകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ദൈവശബ്ദം പറയുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ഒറ്റ കാര്യം ഇതാണ്: നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകേല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: അഭിഷിക്തനായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന ഹല്ലേലൂയ യെശയ്യാവ് ചെന്ന് പറയും, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. കാരണം എന്താണ്? നീ മരിച്ചു പോകും, സൗഖ്യമായി. അവിടെ ഉറപ്പിച്ചുകൊണ്ട് ഒരു ദൈവത്തിന്റെ ആലോചനയെ അവിടെ പറയുന്ന കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ശബ്ദം കേട്ട ഉടനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എപ്പോഴാണ് ഈ അരുളപ്പാട് തന്റെ കാതുകളിൽ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്, തന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്? അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, അവിടെ ദൈവത്തിന്റെ ശബ്ദം താൻ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ താൻ നിരാശപ്പെട്ടു പോകുകയല്ല, താൻ അധൈര്യപ്പെട്ടു പോകുകയല്ല, മനസ്സ് ചഞ്ചലിച്ചു പോകുകയല്ല, മറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചോ യഹോവയോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത് ഒരു പ്രാർത്ഥന തുടങ്ങുന്ന അനുഭവം. ഒരു ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ ആ ദൈവശബ്ദത്തെ താൻ ഉൾക്കൊള്ളുന്നത്, അതിനോട് പ്രതികരിക്കുന്നത് ഹല്ലേലൂയ യെശയ്യാവ് അവിടെ പ്രാർത്ഥനയാലാകുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം നാം ചിന്തിക്കുക. ചില ദൈവ ശബ്ദങ്ങൾ നാം കേൾക്കുമ്പോൾ അതിനോട് ഞാനും നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുന്നത്, അതിനെ ഞാനും നിങ്ങൾ എങ്ങനെയാ ഉൾക്കൊള്ളുന്നത്, എന്റെ നിങ്ങളുടെ മനോഭാവം എന്താണ്? അതിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്ന സ്തോത്രം. ചിലത് നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുന്നത്, ചിലത് ദൈവം നമ്മെ കേൾപ്പിക്കുന്നത് സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ചില ചേഞ്ചുകൾ വരുന്നതിന് വേണ്ടിയാ. ഞാനും നിങ്ങൾ കർത്താവിനോട് ഒന്ന് അടുക്കുന്നതിന് വേണ്ടിയാ. ഞാനും നിങ്ങൾ നമ്മുടെ മുഖം കർത്താവിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാ. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം സ്തോത്രം, ചില ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നവരാണോ? ഭാരപ്പെട്ടിരിക്കുന്നവരാണോ? നിരാശപ്പെട്ടു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. നിന്റെ വിഷയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാണുവാൻ സാധിക്കുന്നു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പാകെ നടന്നു നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കീയാവ് കരയുന്നു. ആ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമായിട്ട് അവിടെ ഒതുങ്ങുന്നില്ല, മറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു തനിക്ക് തന്നെ ദൈവത്തെ ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് തന്നെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റി ഹിസ്കീയാവ് അവിടെ പറയുന്ന അനുഭവം കാണുവാൻ സാധിക്കുന്നു. അയ്യോ യഹോവേ, സ്തോത്ര, തന്റെ ജീവിതത്തെ കേട്ട ദൈവശബ്ദത്തിനെ തനിക്ക് ഒരിക്കലും അങ്ങോട്ട് അസപ്റ്റ് ഉൾക്കൊള്ളാൻ കഴിയാതെ താൻ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഇപ്രകാരമാ. അയ്യോ യഹോവേ, സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അയ്യോ എന്നുള്ള നിലവിളി, അയ്യോ ഇതാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇതാണ് എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത്, ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണോ ഞാൻ കടക്കേണ്ടത് എന്നുള്ളൊരു അയ്യോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്ന് ഇവിടെ അയ്യോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോട് കൂടെ തിരുമുമ്പാകെ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ഇവിടെ ഹിസ്കീയാവിന് ദൈവത്തോട് പറയാൻ ഒരു കാര്യമുണ്ടായിരുന്നു. നീ എന്നെ ഓർക്കണം, ഞാൻ ഇങ്ങനെയൊക്കെയാ നടന്നത്, എങ്ങനെയൊക്കെയാ നടന്നത്. ഒന്നാമതും കാണുവാൻ സാധിക്കുന്നു, താൻ വിശ്വസ്തനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഏകാഗ്രതയോട് കൂടെ തിരുമുമ്പിക്ക് നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത വ്യക്തിയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവന്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. അവന്റെ കണ്ണുനീർ കണ്ടു. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ് ഹിസ്കീയാവ് ഏറ്റവും കരഞ്ഞു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹിസ്കീയാവിന്റെ ജീവിതത്തിൽ വലിയ ചേഞ്ചുകൾ ദൈവം വരുത്തുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടാകാനായിട്ടിടയായി തീർന്നു. ആരംഭത്തിൽ വന്ന് പറഞ്ഞു, നീ ഗ്രഹകാര്യം ക്രമത്തിലാക്കാം, നീ മരിച്ചു പോകും. ഈ ദൂത് വിളിച്ചു പറഞ്ഞ പ്രവാചകൻ ഹിസ്കീയാവ് ദൈവസന്നിധി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ, താൻ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധി കരയുവാൻ തുടങ്ങിയപ്പോ യെശയ്യാ പ്രവാചകൻ, ഹല്ലേലൂയ, പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് വീണ്ടും ഉണ്ടാകുന്നു. താൻ ഭവനം വിട്ടു മുറ്റം വിട്ടു പോകുന്നതിന് മുമ്പായിട്ട് യഹോവയുടെ അരുളപ്പാട് രണ്ടാമത് ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. എന്താ കാണുവാൻ സാധിക്കുന്നത്? നീ ചെന്ന് ഹിസ്കീയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. പ്രിയതേ മക്കളെ, സ്തോത്രം. അവിടെ ഹിസ്കീയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തോട് കരഞ്ഞ ഒരു കാര്യമുണ്ട്. എന്റെ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പാകെ നടന്നത് ഓർക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തത് ഓർക്കണമേ എന്നുള്ള തന്റെ കരച്ചിലിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന, ഹല്ലേലൂയ, ദൈവം കേൾക്കുവാനായിട്ടിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ വന്ന് സംഭവിക്കും. നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ, നീ ആയിരിക്കുന്ന ദേശത്തിന്മേൽ, നീ ആയിരിക്കുന്ന ജോലി മേഖലയ്ക്കകത്ത് ചിലത് സംഭവിക്കുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുവാനായിട്ടിടയായി തീരുമ്പോ, അതിന്റെ പിന്നിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് പ്രതികരിക്കുവാൻ തയ്യാറാകുമ്പോ, അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ടിടയത്തിരുമ്പോ ദൈവം കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തും. ദൈവത്തിന്റെ വാക്കുകളെ ദൈവം മാറ്റുവാനായിട്ടിടയത്തിരും. നമ്മുടെ ദൈവം ഫോസ്കു പറയുന്ന ദൈവമല്ല, മറിച്ച് തന്റെ വചനത്തോട് നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്, അതിന്റെ ഫലമായിട്ട് ദൈവം ചില പദ്ധതികളെ വ്യത്യസ്തപ്പെടുത്തുവാനായിട്ടിടയത്തിരും.
ഹല്ലേലൂയ. പ്രാർത്ഥന കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തുവാനായിട്ട് ഇടയത്തീരും. നിന്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, ഹല്ലേലൂയ, എന്നെ ഒന്ന് ഓർക്കണമേ എന്നുള്ള നിലവിലൂടെ പ്രാർത്ഥനയെ ദൈവം എന്ത് ഓർക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ഹിസ്കിയാവിനെ, യെശയ്യാ പ്രവാചകനെ രണ്ടാമത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ പകൽക്കാലം നീ ചില ദൈവസത്യത്തിന്റെ മുമ്പിൽ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പാകെ, നിന്റെ കണ്ണുനീരന്റെ മുമ്പാകെ എന്റെ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ആരിൽ കൂടിയാണോ ഹല്ലേലൂയ നിന്നോട് ദൈവസത്യം കേൾപ്പിച്ചത്, അവരെ കൊണ്ട് തന്നെ ഹല്ലേലൂയ അടുത്തൊരു ദൈവസത്യം നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, ചില കാര്യങ്ങൾക്ക് വ്യത്യസ്തമായെന്ന്, ചില കാര്യങ്ങൾക്ക് ചേഞ്ച് സംഭവിച്ചെന്ന് പറയിപ്പിക്കുന്ന ഒരു പകൽക്കാലം അത്രേ. സ്തോത്രം. നിരാശപ്പെടണ്ട, ആകുലപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ, ഹല്ലേലൂയ, ഓ ജീസസ്, ഹല്ലേലൂയ, റാബസിക്കാലവ. ഈ പകൽക്കാലം ചിലരുടെ മേൽ നിന്ന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വലിയ ചേഞ്ചുകൾ വരുത്താൻ പോകുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. ചിലതൊക്കെ വന്നു ഭവിക്കും എന്ന് നിരാശപ്പെട്ട്, ആകുലപ്പെട്ട്, ചില ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പേ നിരാശപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലെ, നിന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ മുമ്പേ സർവശക്തനായ ദൈവ കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്താൻ പോകുന്നു. ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ആയുസ്സിനോട്, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഹല്ലേലൂയ. എന്താ ആദ്യം ഹിസ്കിയാവ് വന്ന് പറഞ്ഞത്? നിന്റെ ഗ്രഹകാര്യ ക്രമത്തിലാക്ക, നീ മരിച്ചു പോകും, സൗഖ്യമാക്കിയില്ല. അവിടെ 3 കാര്യം പറയുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് പ്രാർത്ഥിച്ച കണ്ണുനീരോട് ദൈവസേനയിലേക്ക് കടന്നു വന്ന് മുഖം തിരിച്ച ദൈവഭക്തന്റെ ജീവിതത്തിനകത്ത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഈ പകൽക്കാലം ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ ചില നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ്, ചിലത് അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് പറഞ്ഞ് ചില വിഷയങ്ങൾ നിന്റെ മുമ്പാകെ ഇരിക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, നീ ദൈവസേനി പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നീ ദൈവസേനി കരയാൻ തുടങ്ങ്. ദൈവമേ, എന്നെ ഒന്ന് ഓർക്കണമെന്നുള്ളൊരു നിലവിളിയോടെ നീ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വാ. ഫുൾ സ്റ്റോപ്പ് ഇട്ട വിഷയത്തിനകത്ത്, അവിടെ കൊണ്ട് പര്യവസാനിക്കുമെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് നിന്ന് കർത്താവ് ചില കണ്ടിന്യൂലേക്ക് നിന്റെ ജീവിതത്തെ ദൈവം നയിക്കുവാനായിട്ടിടയത്തില്ല. നിന്റെ തലമുറയുടെ വിഷയമാണോ ചിലത് ഇവിടെ കൊണ്ട് തീരുമെന്ന് പറഞ്ഞത്? നിന്റെ ശുശ്രൂഷ മേഖലയാണോ? നിന്റെ ആത്മീയ ജീവിതമാണോ? നിന്റെ ബിസിനസ് മേഖലയാണോ? ഏത് മേഖലയ്ക്കകത്തായിക്കൊള്ളട്ടെ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ചില കാര്യങ്ങൾക്ക് എല്ലാത്തിനും ചേഞ്ച് വരുമെന്നല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾക്ക് വ്യത്യസ്തത വരുത്തുവാൻ വേണ്ടി ചിലത് ദൈവം നമ്മോട് അറിയിക്കാനായിട്ട് ഇടയത്തിനും, ചിലത് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാതിരിക്കുവാനായിട്ട് ചില കാര്യങ്ങളെ നമ്മളെ ദൈവം അറിയിക്കുവാനായിട്ട് ഇടയത്തിനും. അതെല്ലാം ദൈവഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഏൽപ്പിച്ചോടുത്ത് നിരാശപ്പെട്ടിരിക്കാതെ നാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോ, ദൈവഹിതമില്ലാത്തത് മാറിപ്പോണമേ, ദൈവഹിതമില്ലാത്തത് ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ആക്കാതെ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകുവാൻ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, കണ്ണുനീരോട് ദൈവസന്നിധിയിലായിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹിസ്കിയാന്റെ ജീവിതത്തിനകത്ത് 15 സംവത്സരം കൂടെ നീട്ടിക്കൊടുത്തതായ സർവശക്തനായ ദൈവ ചില നീട്ടലുകൾ നിന്റെ ജീവിതത്തിൽ തരാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയതേ മക്കളെ, നിന്റെ ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. മറ്റാർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയത്തില്ലായിരിക്കാം. ഈ പ്രശ്നത്തിനകത്തുനിന്ന് നീ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിനായിരിക്കാം നിന്റെ കുടുംബം അകപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. പക്ഷെ കരയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. ഒരു പുറപ്പാടുണ്ട്. സ്തോത്രം. അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നു, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും, ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. ഹല്ലേലൂയ.
പ്രിയതേ മക്കളെ, അവിടെ അവന്റെ ഹിസ്കിയാവിന്റെ ജീവിതത്തിനകത്ത് 15 സംവത്സരം നീട്ടിക്കൊടുക്കുക മാത്രമല്ല, അവിടെ അടുത്തൊരു ദൈവശബ്ദം പറയുന്നു, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം അസാധാരണമായ ചില വിടുതന്റെ കരങ്ങൾ, ഹല്ലേലൂയ, നിങ്ങളുടെ കരത്തിലേക്ക് ദൈവം തമ്പുരാൻ പകരാൻ പോകുക. ചിലതിന്റെ കരത്തിൽ നിന്ന് നീ വിടുവിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞ് ചിലത് നിന്റെ മുമ്പിൽ നിന്ന് വാദിക്കുമ്പോ, ഇവിടെ ഞാൻ വചനത്തിൽ നിന്നോട് വിളിച്ചു പറയട്ടെ, നിന്നെ, നിന്റെ കുടുംബത്തെയും നിന്റെ ദേശത്തെ, നിന്റെ സഭയെയും ഹല്ലേലൂയ ദൈവം നിന്നെ വിടുവിക്കുവാനായിട്ടിടയത്തിനും. അതേ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന്, ചില സ്തോത്ര നിയമത്തിന്റെ കയ്യിൽ നിന്ന്, ചില ഹല്ലേലൂയ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുന്ന പകൽക്കാലം അത്രേ. ഇവിടെ കാണുന്ന ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും, വരാൻ വരയ്ക്കുന്ന ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്. ഹല്ലേലൂയ. ഹിസ്കിയാവ് എന്താ കേട്ടത്? നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ നീ മരിച്ചു പോകും, നീ സൗഖ്യമാക്കിയാലോ. പക്ഷേ തന്റെ ആയുസ്സിനോട് 15 സംവത്സരം നീട്ടിക്കൊടുക്കുക മാത്രമല്ല, അവിടെ കാണുവാൻ സാധിക്കുന്നു, താനായിരുന്ന നഗരത്തിന്റെ മുമ്പാകെ ആ സ്ഥലത്തെ വരെ ദൈവം വിടുവിക്കുവാനായിട്ടിടയെ തുറന്നു. അങ്ങനെയെങ്കിൽ ചിലത് നിന്റെ ജീവിതത്തിൽ കേൾക്കുമ്പോ നീ മൗനമായിട്ടിരിക്കാതെ, അതിനകത്ത് നിരാശപ്പെട്ടു പോകാതെ, അതിനകത്ത് അധൈര്യപ്പെട്ടു പോകാതെ, നീ നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിങ്കിലേക്ക്, നീ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ട്, ഓ ജീസസ് ഹല്ലേലൂയ, നീ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. അയ്യോ യഹോവേ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കരയാൻ തുടങ്ങ്. ഹല്ലേലൂയ. കാര്യങ്ങൾ വ്യത്യസ്തപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ ഹിസ്കിയാവ് ചെയ്ത ഒരു കാര്യമുണ്ട്. തന്റെ ശാരീരിക ക്ലേശത്തെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് താൻ പൂർണ്ണമായി വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. ഇതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ചിലതൊക്കെ നാം കേൾക്കുമ്പോ, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിനകത്തുനിന്നൊരു ചേഞ്ച് കിട്ടുമെന്ന് ഞാനും നിങ്ങളും ഉള്ളിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർണം. അവിടെയാ ദൈവം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ചില ദൈവശബ്ദങ്ങൾ കേൾക്കുമ്പോ നാം നിരാശപ്പെട്ട് അതിനകത്ത് വന്നു ഭവിക്കുമെന്ന് പറഞ്ഞ് അതിന് വേണ്ടത്, അയ്യോ ഇനിയിപ്പോ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലോ ഇതേ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുവാനല്ല. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിച്ച ഈ കാര്യങ്ങൾക്ക് ചേഞ്ച് വരും, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ എന്റെ തലമുറകൾക്ക് ഒരു വിടുതൽ ലഭിക്കും. നിന്റെ തലമുറയെ പിടിച്ചു വച്ചിരിക്കുന്ന അനുഭവമായിരിക്കാം ചിലതിനെ ദൈവം ഇന്ന് ചിലതിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. നീ ആയിരിക്കുന്ന ദേശത്ത് നിന്റെ കുടുംബത്തെ ദൈവം കാത്തു രക്ഷിക്കുവാനായിട്ടിടയായി തീരും. ഒത്തിരി പേരല്ല പ്രാർത്ഥിച്ചത്. ഹിസ്കിയാവ് ഒരാൾ ദൈവസേന കരയുവാൻ, ഒരാൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോ തന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുക മാത്രമല്ല, താനായിരുന്ന നഗരത്തെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ആ നഗരത്തെ ദൈവം കാത്തു രക്ഷിക്കുവാനായിട്ട് ഇവിടെ തീർന്നു. അങ്ങനെ ഈ പകൽക്കാലം ഒരു വിടുതലുണ്ട്, ഒരു രക്ഷയുടെ അനുഭവമുണ്ട്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവസേന കരയുവാൻ തയ്യാറാക്കുക. സ്തോത്രം. പ്രാർത്ഥന കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തുമെന്നുള്ള ഒരു ഉത്തമ ബോധത്തോടെ, ഒരു ഉത്തമ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ചെല്ലേ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പകൽക്കാലം നമ്മുടെ വിടുതന്റെ പകൽക്കാലം എന്ന് വിശ്വസിക്ക. ഈ പകൽക്കാലം ചിലത് കേട്ടോ, ഇതിനകത്ത് ഇത് വന്നു പോകും. ഹല്ലേലൂയ. ചിലപ്പോൾ ജോലി മേഖലയിലായിരിക്കാം ചില പ്രശ്നങ്ങൾ കടന്നു വരുമെന്ന് നീ കേട്ടിരിക്കുന്നത്. നിന്റെ കുടുംബത്തിനകത്തായിരിക്കാം. ചിലപ്പോ ചില ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകളും മറ്റ് സ്കാനിങ്ങിനൊക്കെ കൊടുത്തിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതങ്ങനെ തന്നെ വരും. ഡോക്ടർമാർ പറഞ്ഞ വാക്കിനെ നീ അതേ രീതി നിന്റെ ജീവിതത്തിൽ ഫില്ല് ചെയ്ത് വെക്കാതെ കർത്താവിന്റെ കരങ്ങളിൽ നിന്റെ ഏത് രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള ഒരു ഉറപ്പോട് കൂടി, ഈ പൽക്കലും വിശ്വാസത്തോടു കൂടി ദൈവത്തോടൊന്ന് പ്രതികരിച്ചു തുടങ്ങാമോ? നമ്മുടെ പ്രതികരണമാണ് ചലനങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ പ്രതികരണങ്ങളാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നത്. സ്തോത്രം. ഇവിടെ കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഹിസ്കിയാവ് പ്രതികരിക്കുവാൻ തയ്യാറായി. അങ്ങനെയെങ്കിൽ ചില ദൈവശബ്ദത്തിന്റെ മുമ്പാകെ പ്രതികരിക്കുന്ന ഒരു ജനത പുറത്ത് വരട്ടെ. ഹല്ലേലൂയ.
രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. നാം വിശ്വാസത്തോടു കൂടി ഹല്ലേലൂയ പ്രതീക്ഷയോടു കൂടി ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തിന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ എല്ലാത്തിനുമല്ല നീങ്ങിപ്പോകേണ്ട ചിലത്, മാറ്റിവിടേണ്ട ചിലത്, നമ്മുടെ ഒഴിച്ചുവിടേണ്ട ചിലത് സംഭവിക്കാനുള്ളതൊക്കെയും ദൈവം നമ്മുടെ സമീപനത്തിലും നമ്മുടെ പ്രതികരണത്തിനകത്തും ചേഞ്ചുകൾ വരുത്തും. അവിടെ പ്രാർത്ഥിച്ചവന്റെ മുമ്പാകെ, കരഞ്ഞതിന്റെ മുമ്പാകെ ആ പ്രവാചകനെ കൊണ്ട് തന്നെ നീ മരിച്ചു പോകും, സൗഖ്യമാകില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ നാവ് കൊണ്ട് തന്നെ അതേ സ്തോത്രം ദൂതും മാറ്റി പറഞ്ഞു, നിന്റെ ആയുസ്സിനോട് ഞാൻ 15 സംവത്സരം കൂട്ടി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം ചിലപ്പോൾ ഹല്ലേലൂയ ഒരു റിസൈൻ ലെറ്റർ നിന്റെ ജീവിതത്തിൽ ലഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഇന്ന് നിന്നെ തന്നെ ഒന്ന് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക. നീ വിശ്വസ്തനായിട്ട് നിന്റെ കമ്പനി നിന്ന വ്യക്തിയാണോ? നിനക്ക് ദൈവത്തോട് ഓർക്കണമേ എന്ന് പറയാൻ ചിലത് ഉണ്ടെങ്കിൽ, ഓ ജീസസ് ഹല്ലേലൂയ, നമ്മുടെ കൈകളിൽ കറ ഇല്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ദൈവത്തിന്റെ ഭക്തി ഉണ്ടെങ്കിൽ, ഏകാഗ്രതയോടെയാണ് നീ ദൈവസന്നിധിയിൽ ആയിരുന്ന വ്യക്തിയെങ്കിൽ, നിനക്ക് ചിലത് ഉണർത്തിച്ചുകൊണ്ട് ഈ പകൽക്കാലം ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ റിസൈൻ ലെറ്റർ തരുമെന്ന് പറഞ്ഞിടത്ത് വർഷങ്ങൾ നീട്ടിത്തരുവാനായിട്ട് ഇടയായിത്തീരും. നിന്റെ ആയുസ്സിനോട് വെല്ലുവിളിച്ച ചില രോഗങ്ങളായിരിക്കാം. ഈ പകൽക്കാലം കൊണ്ട് ചിലതിനൊക്കെയും പര്യവസാനം ഉണ്ടാകുമെന്നുള്ള അനുഭവത്തിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ നീ ദൈവസന്നിധിയെ ഓർക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ രോഗത്തിൽ നിന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ വിടുതൽ തരും. കർത്താവിന്റെ സൗഖ്യം നിന്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവം നിങ്ങൾക്ക് കൂട്ടിത്തരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ കൂട്ടുവാനും കുറയ്ക്കുവാനും കഴിയുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമത്രേ. ഹല്ലേലൂയ. നാം എന്തായി തീർണമെന്നും എപ്പോൾ എവിടേക്ക് എന്തൊക്കെ സംഭവിക്കണമെന്നും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഹല്ലേലൂയ വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പദ്ധതി ഇപ്പോൾ കാലം നടക്കും. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ചില ചേഞ്ചുകൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുത നടക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രുമണ്ഡലം വാദിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോഴും നീ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിന്റെ മുമ്പാകെ ഒരു ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നീ നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. മറ്റൊരു ഭാഗത്ത് നമുക്ക് വേഗത്തിൽ കടന്നു വരുമ്പോ യോനയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 3-ാം അധ്യായം നമുക്കറിയാം. ആരംഭ ഭാഗം മുതലേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. യഹോവയായ ദൈവം യോനയോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സനിയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ദേശത്തെ നശിപ്പിച്ച് കളയുമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്കറിയാം യോന അത് ചെയ്യാതെ. കാര്യം യോനയ്ക്കറിയാം, യോന അവിടെ ചെന്ന് ജനത്തോട് നിനിവേ ചെന്ന് ജനത്തോട് പറഞ്ഞു കഴിഞ്ഞാ ദൈവജനം അവിടെയുള്ള ജനം ദൈവത്തോട് നിലവിളിക്കുകയും അനുദപിക്കുകയും മടങ്ങി വരികയും ചെയ്യുമ്പോ മനസ്സലിയുന്ന കർത്താവ് അതിൽ നിന്നൊരു ചേഞ്ച് വരുത്തും എന്ന് അറിയാം. ഇതറിയാവുന്ന യോന എന്ത് ചെയ്യുന്നു? നിനിവേയിലേക്ക് പോകാതെ തർശീസിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, എന്നാൽ റൂട്ട് എവിടെ നമ്മൾ മാറ്റിയാലും നമ്മെ കുറിച്ചുള്ള റൂട്ട് മാറ്റാത്തൊരു സർവശക്തനായ ദൈവമുണ്ട്. നാം സാഹചര്യങ്ങൾ അനുസരിച്ച് പല റൂട്ടും മാറ്റിവിടാം. പക്ഷേ നീ എവിടെ എത്തണമെന്നും നിന്നെ കൊണ്ട് എവിടെയാണ് കർത്താവ് ശുശ്രൂഷ ചെയ്യിപ്പിക്കണമെന്നും അറിയാവുന്ന നമ്മൾ നല്ല തെരഞ്ഞെടുക്കാൻ നോക്കും. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ഒരു ദേശം വിടുവിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പട്ടണം വിടുവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ എവിടേക്ക് ഓടി മറയാൻ ശ്രമിച്ചാലും നിന്നെ അവിടെ കൊണ്ട് എത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ഭാഗത്ത് നിന്നൊക്കെ ഞാൻ വേഗത്തിൽ കടന്നു വരട്ടെ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 3-ാം അധ്യായത്തിൽ കാണുമ്പോ യോന നിനിവേയിൽ പ്രസംഗിക്കുന്നു. സ്തോത്രം. അവിടെ പ്രസംഗിച്ചു തുടങ്ങിയിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം നിനിവേയിലേക്ക് ചെന്നു. എന്ന
നിനവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യ 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞ നിനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. പ്രിയതേ മക്കളെ, അവിടെ യോന വിളിച്ചു പറയുകയാണ്, ഇനി ഒരു 40 ദിവസം മാത്രമേ ഈ ദേശത്തിന്, ഈ പട്ടണത്തിന് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. ജനത്തിന്റെ മ്ലേച്ഛത നിമിത്തമായിട്ട് ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു, ഉന്മൂലമാക്കും എന്ന് താൻ വിളിച്ചു പറയുവാനായിട്ടിടയായി തീർന്നു. ഇത് കേട്ടപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചൊരു ഉപവാസം പരസ്യം ചെയ്തു. കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പാകെ സകല മ്ലേച്ഛതകളും വിട്ട്, സകല പാപപ്രവർത്തികളിൽ നിന്ന് വിട്ട് ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരനുഭവം. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ചിന്തിച്ച കാര്യമുണ്ട്. അതേ, സ്തോത്രം. യോന നിനിവേയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ദൈവം വിടുവിക്കേണ്ട ജനത്തെ വിടുവിക്കും. പക്ഷേ ഈ ഒരു പട്ടണം നശിക്കുവാനായിട്ടിടയായിരുന്നു. പക്ഷേ പ്രിയ മക്കളെ, നിന്നോട് ചിലപ്പോൾ ചില കാര്യങ്ങളെ ദൈവം അറിയിച്ച അതിന്റെ പിന്നിൽ എന്താണ് വരുന്നെന്ന് ഓർക്കണ്ട. നീ പറഞ്ഞ ദൂത് അങ്ങനെ അവർക്ക് വന്ന് ആ കുടുംബത്തിൽ വന്ന് ഭവിക്കുന്നത് കണ്ടിട്ട് നീ ഉയരാനല്ല, ചില നീക്കുപോക്കുകൾ കൊടുക്കുന്ന ദൈവത്തിന്റെ സനയിൽ ജനം നിലവിളിക്കേണ്ടതിനായിട്ട് നീ ദൂത് വിളിച്ചു പറയുന്നതിനോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നീക്കുപോക്കുകൾ കൊടുക്കും. നീയല്ല അവിടെ ഉയരേണ്ടത്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില വിശ്വസ്തന്മാരെ ദൈവം തമ്പുരാൻ നോക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് ഇതിങ്ങനെ സംഭവിച്ചില്ല എന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് ചിലർക്ക് തോന്നിയിരിക്കാം. പക്ഷേ അവർ കരയാൻ തുടങ്ങിയ പ്രിയ ദൈവ പൈതലെ, ദൈവം അതിൽ നീക്കുപോക്ക് കൊടുക്കും. നീ ആ കുറ്റത്തിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. പക്ഷെ നീ പറയാതെ ചിലതൊക്കെ ചിലരുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ച നീ എന്നും ആ ദൂതിന്റെ മുമ്പാകെ കുറ്റക്കാരനായിരിക്കും. നിനക്കതിന് രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തില്ല. ചില കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, ദേശങ്ങളെ നോക്കി നിന്നോട് ചിലത് വിളിച്ചു പറയുമ്പോ നീ മടി കൂടാതെ വിളിച്ചു പറയുവാൻ തയ്യാറായ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ അത് വന്നു ഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ല, അതിനൊരു നീക്കുപോക്ക് കിട്ടുന്നതിന് വേണ്ടിയാ നിന്നോട് ദൈവം ചില ദൂതുകൾ കൈമാറുന്നത്. ഹല്ലേലൂയ. അവിടെ നമ്മളല്ല ഉയരേണ്ടത്, ജനം വിടുവിക്കപ്പെടണം. അതിൽ കൂടെ ദേശത്തിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കണം. അതിനുവേണ്ടിയാ കർത്താവ് എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അങ്ങനെ പ്രിയതേ മക്കളെ, ഞാനെന്നുള്ള പാപം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി, ചില ഒളിച്ചോട്ടങ്ങൾ മാറിയിട്ട് കർത്താവിന്റെ ശബ്ദമായിട്ട് ഈ പകൽക്കാലം നമുക്ക് നിൽക്കുവാൻ കഴിഞ്ഞ നമ്മളെ കൂടി ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ വിടുവിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവശബ്ദം കേൾപ്പിക്കുന്നില്ല പല രാജ്യങ്ങളെ പറ്റി. നമുക്ക് എന്തേ അതിനോട് പ്രതികരിക്കുവാൻ കഴിയുന്നില്ല, ഇടിവി നിൽക്കുവാൻ കഴിയുന്നില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എവിടെ? സ്തോത്രം. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ആയിരിക്കാം ദൈവാത്മാവ് നിന്റെ ഉള്ളിൽ പ്രേരണ തന്നെ പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് നിന്നോട് പറയുന്നത്. നീ അവർക്കത് വരുമെന്ന് പറഞ്ഞിട്ട് നീ മിണ്ടാച്ചെന്ന് ഉറങ്ങിയിരിക്കുവാനല്ല, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാക്ക്. അവർക്കതിൽ നിന്ന് പുറത്തു വരുവാൻ, അവരുടെ ഉള്ളത്തിനകത്ത് ഒരു ക്രമീകരണങ്ങൾ വരുത്തുവാൻ ദൈവം ഇടയാക്കണമെന്ന് പറഞ്ഞ് നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് നീ മുട്ടുമടക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിന്റെ ദൂതനെ അകത്ത് കർത്താവിടെ ചേഞ്ചുകൾ വരുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യോന ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ നിനിവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. എന്നിട്ട് വർത്തമാനം നിലവേ രാജാവിന്റെ അടുക്കൽ എത്തിയപ്പോ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു, രാജവസ്ത്രം നീക്കി വെച്ചു, രട്ട് പുതച്ചു, വെണ്ണീറിൽ ഇരുന്നു. ഹല്ലേലൂയ.
രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഈ ദൂതിന്റെ മുമ്പാകെ പ്രതികരിക്കുന്ന ഒരു പട്ടണം, ഹല്ലേലൂയ, പ്രതികരിക്കുന്ന ഒരു ഭരണകൂടം, പ്രതികരിക്കുന്ന ഒരു രാജാവ്, ഹല്ലേലൂയ, തന്റെ രാജവസ്ത്രത്തെ തന്നെ മാറ്റിവെച്ചിട്ട് താൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വച്ചിട്ട് രക്തം പുതച്ച് വെണ്ണീറിൽ ഇരിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. ഈ ദൂത് പറഞ്ഞില്ലായിരുന്നു എന്ത് സംഭവിക്കുമായിരുന്നു? 40 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട് നശിച്ചു പോകേണ്ട, ഉന്മൂലനാശം വരേണ്ട നിനവേ പട്ടണം. പ്രിയതേ മക്കളെ, നിനക്ക് ചില വാഹനമായിട്ട് നിനക്ക് നിൽക്കുവാൻ കഴിയുമോ? ഈ പകൽക്കാലം നിനക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ? നിന്റെ ദേശത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് ദൈവം ചില ദൂതുകളെ കൈമാറും. ഹല്ലേലൂയ. നീ സാധാരണക്കാരനല്ലെന്ന് തിരിച്ചറിയണം. നീ അസാധാരണമായ വ്യക്തിയാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ വർത്തമാനം കേട്ടപ്പോ ആ ജനം മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അത് മാത്രമല്ല, നിനിവേലെങ്ങും ഘോഷിച്ച് പരസ്യമാക്കി രാജാവിന്റെ അവന്റെ മഹത്വങ്ങളുടെയും ആജ്ഞയാവണമെന്ന് പറഞ്ഞിട്ട് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും അരുത്, വെള്ളം കുടിക്കരുത്. കാരണം അവർക്ക് ആ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവം പറഞ്ഞതായ ആ ഒരു നാശത്തിനകത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കാത്ത ഒരു പട്ടണം അതിന്ന് പുറത്തു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുന്നു, മനുഷ്യനും മൃഗവും രട്ടുപുതച്ചോ ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. രാജാവ് കൽപ്പിക്കുന്ന കൽപ്പനയാ. ഓരോരുത്തരും താൻ തന്റെ ദുർമാർഗം വിട്ട്, താൻ തന്റെ കൈക്കലുമായി സാഹസവും വിട്ട് മനം തിരികെയും വേണം. 3 കാര്യമാണ് അവിടെ പറയുന്നത്. ഒന്ന് കാണുവാൻ സാധിക്കുന്നു, വിളിച്ചപേക്ഷിക്കണം. മറ്റൊന്ന്, താൻ തന്റെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം. താൻ തന്റെ കൈക്കലുള്ള സാഹസം വിട്ടുകളയണം. അത് മാത്രമല്ല, മനം തിരിയണം. ഹല്ലേലൂയ. ദൈവം നിന്നെ ചില ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നത് ചിലർ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുന്നതിന് വേണ്ടിയാ. ചിലരുടെ സാഹസങ്ങൾ വിട്ടുകളഞ്ഞിട്ട് കർത്താവിലേക്ക് തിരിയുന്നതിന് വേണ്ടിയാ. ചില ദുർമാർഗങ്ങളെ വിട്ട് കർത്താവിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാ. നീ പറയാതിരുന്നാൽ, ആ ജനം നശിച്ചു പോയാൽ, ആ കുടുംബം പട്ടുപോയാൽ അതിന്റെ കണക്ക് ഞാനും നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. വിശ്വസ്തരായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിനക്ക് നിൽക്കാൻ കഴിയുമോ? സ്തോത്രം. പ്രിയ ദൈവപൈതലേ, ഈ അന്ത്യകാലഘട്ടത്ത് കർത്താവ് ചിലരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ജനം അറിയാനായിട്ട് ഇടയത്തുന്നു. അവിടെ വലിയൊരു കാര്യങ്ങളാണ് നടക്കുന്നത്. അവർ ഉപവാസം പ്രസിദ്ധമാക്കി. ജനം തങ്ങളെ തന്നെ ഏൽപ്പിക്കാൻ തയ്യാറായി. രാജാവ് അവിടെ നിന്ന് എഴുന്നേറ്റു. രാജാവിന്റെ സിംഹാസനത്തിൽ നിന്ന് രട്ടിലിരുന്നു. രാജവസ്ത്രം മാറ്റി ജനത്തോട് പറയാ, നിങ്ങൾ വെള്ളം കുടിക്കരുത്, മറ്റൊന്നും ചെയ്യരുത്, ഒരാഹാരവും നിങ്ങൾ ടേസ്റ്റ് നോക്കരുത്, എനിക്ക് ഇതെല്ലാം ചെയ്തിട്ട് ചെയ്യണം. തങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. സ്തോത്രം. ദുർമാർഗങ്ങളെ വിട്ടു തിരിയുക. നിങ്ങളുടെ സാഹസങ്ങളെ വിട്ട് മനം തിരിയുക. ഒരു മനം തിരിയുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ദൂതിന്റെ മുമ്പാകെ ജനം പുറത്തു വരേണ്ടതിനായിട്ട് ഏൽപ്പിക്കപ്പെടുന്ന അനുഭവം ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിനെ അവന്റെ ഉഗ്രകോപം മാറുമായിരിക്കും. ആർക്കറിയാം? സ്തോത്രം. ചില ഉഗ്രകോപങ്ങൾ ചിലർ മനം തിരിയേണ്ടതിനായിട്ട്, ചിലർ സാഹസങ്ങൾ വിട്ട് കർത്താവിലേക്ക് തിരിയേണ്ടതിനായിട്ട്, ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കേണ്ടതിനായിട്ട്. സ്തോത്രം. ഈ പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്ന അടുത്തുള്ള ഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നു. അവർ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോ, ഓ ജീസസ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവിടെ ദൈവം കാണുകയാ. ഈ ഒരു അനുഭവമൊക്കെ കടന്നു വന്നപ്പോ ജനം ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു. ഇത് കണ്ടപ്പോ ദൈവം അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തെന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു. അത് വരുത്തിയില്ല.
ഞാൻ ഇന്ന് പറഞ്ഞ ടോപ്പിക് ഇതാ. നീ പ്രാർത്ഥിക്കുവാനും കരയുവാനും ഉപവസിക്കുവാനും തയ്യാറാവുന്നതിന് മുമ്പാകെ ദൈവം ചിലതിനെ മാറ്റിവിടുവാനായിട്ടിടയത്തിരും, ചില കാര്യങ്ങൾ വ്യത്യസ്തപ്പെടുത്തുവാനായിട്ടിടയത്തിരും. ചില ദൈവ ശബ്ദങ്ങൾ നിന്നെ കേൾപ്പിക്കുന്നത് നീ ഒന്ന് മനം തിരിയുന്നതിന് വേണ്ടിയാ. നീ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നതിനാ. നിന്റെ കയ്യിലുള്ള സാഹസങ്ങളെ വിട്ടുമാറ്റുന്നതിനാ. നീ നഷ്ടപ്പെട്ടു പോകുന്നതിന് വേണ്ടിയല്ല. നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകുന്നതിന് വേണ്ടിയല്ല. നിന്റെ തലമുറകൾ പട്ടുപോകുന്നതിന് വേണ്ടിയല്ല ദൈവം ചിലത് കേൾപ്പിക്കുന്നത്. നീ അതിൻ്റെ അകത്തൊന്ന് റെട്ടീറിൽ ഇരിക്കാമോ? റെട്ടീറിലും വെണ്ണീറിലും ഇരുന്ന് നിന്റെ സ്ഥാനമാനങ്ങളെ, നിന്റെ ബഹുമാനങ്ങളൊക്കെ മാറ്റിവെച്ച്, നിന്റെ പദവികളെ, നിന്റെ ഈഗുകളെ മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ സന്നി നിന്നെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ ഈ പകൽക്കാലം തയ്യാറാക്കുന്നുവെങ്കിൽ മനം തിരിയുന്ന ഒരു കർത്താവുണ്ട്. നിന്നോട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. കാരണം ഞാനും നിങ്ങൾ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവം, ഞാനും നിങ്ങൾ ഇല്ലാതായി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ദൈവം അനുതപിച്ചു. ജനം മാനസാന്തരപ്പെട്ടതിനാ ന്യായവിധി എന്ന തീരുമാനത്തെ ദൈവം പിൻവലിച്ചു. പ്രിയതേ മക്കളെ, ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഈ പകൽക്കാലം നീ സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കുന്നുവെക്കേ, നിന്നെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തുവാൻ തയ്യാറാക്കുന്നുവെക്കേ, നിനക്ക് വേണ്ടി മനസ്സരിയുന്ന ഒരു കർത്താവ്, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന മാറ്റം മുഖാന്തരമായിട്ട്, നിന്റെ അനുതാപം മുഖാന്തരമായിട്ട് ചില തീരുമാനങ്ങളെ ദൈവം പിൻവലിപ്പിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കാം, ആർക്കും നിന്നെ വിടുവിപ്പാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം നീ കടന്നു പോകുന്നത്. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നീ ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിലവിളിക്കാൻ തുടങ്ങ്. നിന്റെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ്, നിന്റെ കൈയുടെ സാഹസങ്ങളെ വിട്ട് നീ മനം തിരിയുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുമായിരിക്കുന്നു പറഞ്ഞ ആപത്തുകളെന്ന്, അനർത്ഥങ്ങളെന്ന്, ഉന്മൂല നാശത്തിന്ന് സ്വർഗത്തിലെ ദൈവം ചേഞ്ചുകൾ വരുത്തും. ഹല്ലേലൂയ. നിന്നെ ആരും വിടുവിക്കാൻ പറ്റാത്ത പ്രതികൂലത്തിനകത്തായിരിക്കാം. നിനക്ക് ദൈവത്തിലേക്ക് ഒന്ന് തിരിയാൻ ഇന്ന് പകൽക്കാലം കഴിയുമോ? ദൈവത്തിലേക്ക് നിന്റെ മുഖത്തെ ഒന്ന് തിരിക്കുവാൻ കഴിയുമോ? സ്തോത്രം. നമ്മെക്കുറിച്ച് അനുദപിക്കുന്ന ഒരു കർത്താവ്, നീ അനുദപിക്കുവാൻ തയ്യാറാക്കുന്നുവെക്കേ, നമുക്ക് വേണ്ടി മനസ്സലിയുന്നൊരു കർത്താവുണ്ട്. ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ നശിച്ചു പോകുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഞാൻ നിങ്ങളും കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നത്ര ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുവാനായിട്ടിടയെത്തുന്നു. പ്രിയതേ മക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും ഉപവാസത്തിന്റെയും മുമ്പാകെ ദൈവം ചില കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തും. ഹിസ്കിയാവ് ദൂത് കേട്ട് കഴിഞ്ഞപ്പോ താൻ മുഖം ചുവരിന്റെ നേരെ തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു കരഞ്ഞു. അതേ പ്രവാചകനെ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ ആയുസ്സിനോട് 15 സംവത്സരം നീട്ടിക്കൊടുത്തു. അശൂരാജാവിന്റെ കയ്യിൽ നിന്ന് നഗരത്തെയും തന്നെ വിടുവിക്കുവാനായിട്ടിടയായി തീർന്നു. ആ നഗരത്തെ ദൈവം കാത്തു രക്ഷിക്കുവാനായിട്ടിടയായി തീർന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, നിനവേ പട്ടണത്തെ ഉന്മൂലനാശം വരുത്തുമെന്ന് യോനാ പ്രവാചകൻ കൂടി വിളിച്ചു പറഞ്ഞ ദൂത് കേട്ടപ്പോ നിനവേയിലുള്ള ജനം തങ്ങളെ തന്നെ ഉപവാസം പ്രസിദ്ധീകരിച്ചുകൊണ്ട് രാജാവും സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജവസ്ത്രത്തെ മാറ്റിവെച്ച് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ജനത്തിന് ഉപവസിക്കേണ്ടത് എങ്ങനാ, ദൈവത്തോട് എങ്ങനെയാ കരയേണ്ടതെന്ന് പറഞ്ഞ് ദുർമാർഗങ്ങളേക്ക് വിട്ടു തിരിഞ്ഞ് കർത്താവിലേക്ക് അടുക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനം കൊടുത്തു. ജനം സകല മ്ലേച്ഛതകളിൽ നിന്ന് മനം തിരിഞ്ഞു എന്ന് ദൈവം അറിയുവാനായിട്ടിടയായി തീർന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നാം ചിലപ്പോൾ ചോദിച്ചിരിക്കാം, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റുമോ? ഞാൻ പറയട്ടെ, നീ അതിനകത്ത് എങ്ങനെ പ്രതികരിക്കുന്നുണ്ട് അതിനനുസരിച്ച് ദൈവം കാര്യങ്ങളെ ചേഞ്ച് ചെയ്യും. നീ പ്രാർത്ഥനയോടെ അതിനെ സമീപിക്കുന്നുവോ? നീ പ്രാർത്ഥനയോട് കണ്ണുനീരോട് കൂടെ അതിനോട് പ്രതികരിക്കുവാൻ തയ്യാറാക്കുന്നുവോ? എല്ലാത്തിനും ദൈവം വിടുമെന്നല്ല ഞാൻ പറയുന്നത്, മാറ്റിവിടും. കാരണം അതിനകത്ത് ദൈവത്തിന് ഒരു പദ്ധതി വിട്ടിട്ടാ ദൈവം ചെയ്യുന്നത്. കാരണം അശൂരാജന്റെ കയ്യിൽ നിന്ന് ആ നഗരത്തെ കാത്തുരക്ഷിക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതി കടക്കുമ്പോ ഹിസ്കിയാവ് ദൈവത്തിങ്കിലേക്ക് ഒന്ന് അടുക്കണമായിരുന്നു, ദൈവത്തിങ്കിലേക്ക് ഒന്നുകൂടെ തിരിയണമായിരുന്നു. സ്തോത്രം.
ഇവിടെ നിനിവേ പട്ടണത്തെ വിടുവിക്കണമെങ്കിൽ ജനം മ്ലേച്ഛത വിടണമായിരുന്നു. അതുകൊണ്ട് ദൂത് അറിയിച്ചത്. അങ്ങനെ നിന്റെ ഭവനത്തിനകത്തും നിന്റെ കുടുംബത്തിനകത്തും ചിലത് കടന്നു വരുമെന്ന് പറയുമ്പോ നിരാശപ്പെട്ടു പോകാതെ അപ്പന്റെ സന്നിധി ഒന്ന് നിലവിളിച്ച് തുടങ്ങാമോ? ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാമോ? ഒരു ഉപവാസത്തോടെ കർത്താവിന്റെ പാദപീഠത്തിൽ നിനക്ക് ഇരിക്കുവാൻ കഴിയുമോ? നീ ആയിരിക്കുന്ന ദേശത്തെ ദൈവം വെടിവെക്കും. നമ്മുടെ ദൈവം അനുതപിക്കുന്ന ദൈവം അത്രേ. നമ്മുടെ ദൈവം കരുണയുള്ള കർത്താവ് അത്രേ. ഞാൻ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ പ്രാർത്ഥനയ്ക്കും നിലവിളിയുടെയും കരച്ചിന്റെയും ഉപവാസത്തിന്റെ മുമ്പാകെ ദൈവം കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തും. അങ്ങനെയെങ്കിൽ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ ചിലതൊക്കെ വന്നു ഭവിക്കുമെന്നുള്ള ചിന്തയോടും വേദനയോടുമാണോ നിങ്ങൾ ആയിരിക്കുന്നത്? കർത്താവിന്റെ സന്നിധിയിലൊന്ന് മുട്ടുമടക്കാമോ? ഞാൻ അപ്പന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വിധേയപ്പെടുത്താമോ? ഒന്ന് സറണ്ടർ ചെയ്യാമോ? നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് വെള്ളം പോലെ പകരാമോ? സ്തോത്രം. എത്രയും നാളായി നീ അനുഭവിക്കുന്ന ചില വേദനകൾ, എത്രയും നാളായി നീ ചുമന്നുകൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങൾ, കർത്താവ് നിന്നെ ചിലതിനകത്തുനിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലരുടെ അടുക്കിലേക്ക് ഒരു വിടുതലിന് വേണ്ടി ചിലതകത്ത് രക്ഷപ്പെട്ടു വരേണ്ടതിനായിട്ട് നീ കാണുന്നില്ലേ? അവരൊക്കെ നിന്നെ കൈവിട്ട് കളയുമ്പോ ഈ പൽക്കാലം ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ചലിക്കും. നീ ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് സറണ്ടർ ചെയ്യേ, ദൈവത്തിലേക്കൊന്ന് തിരിയേ. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യരെന്തു പറഞ്ഞാലും നാം ചെയ്യുവാനായിട്ട്, പക്ഷേ ദൈവവചനത്തിൽ എന്തു പറയുന്നു? ആ വ്യവസ്ഥയ്ക്കകത്ത് കടന്നു വന്ന ആ വ്യവസ്ഥയ്ക്കകത്ത് പ്രവർത്തിക്കുന്നതിന്റെ മേല ദൈവം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹിസ്കിയ അവന് എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് കരയാൻ ചിലതുണ്ടായിരുന്നു. ഇവിടെ നിനിവേ പട്ടണക്കാർക്ക് ആ മ്ലേച്ഛതയിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു അനുതാപം കടന്നു വന്നു. ഇത് രണ്ടിനകത്തും കണ്ടത് നമ്മള് ദൈവം വരുത്തുമെന്ന് പറഞ്ഞത് ദൈവം മാറ്റിവിട്ടു. അങ്ങനെ ഈ പകൽക്കാലം ദൈവസേനയിലേക്ക് ഒന്ന് അടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, അനുദപിക്കുവാൻ, ചിലത് വിട്ടുകളയുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ദൈവം ചിലതിനകത്തുനിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ രക്ഷിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം കേൾക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ചിലത് ജീവിതത്തിനകത്ത് വന്ന് സംഭവിക്കുമെന്ന് കേട്ട ശബ്ദത്തിന്റെ മുമ്പാകെ നിലവിളിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന, മനം തിരിയുന്ന തന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ചില കാര്യങ്ങൾ ചേഞ്ച് ആകട്ടെ, ചിലത് മാറിപ്പോകട്ടെ. കർത്താവെ, സംഭവിക്കുമെന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു പിൻവലിച്ചു പോകുന്ന ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ചിലത് ഇവരിൽ നിന്ന് മാറ്റിവിടട്ടെ. കർത്താവെ, ഭാരങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. ജനം തങ്ങളെ തന്നെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ, അനുദപിക്കുവാൻ, ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് കർത്താവിന്റെ ഉഗ്ര കോപത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ജനത്തിന്റെ ഇടയിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. അപ്പോ ഈ പകൽക്കാലം നിലവിളിക്കുന്ന, കരയുന്ന ദൈവജനത്തിന്റെ മുമ്പാകെ സർവശക്തനായ ദൈവം കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തണം. ഇവര് പുറത്തു വരട്ടെ, ഇവർ വിടുവിക്കപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ നാമം മഹത്വമായി തീരട്ടെ. കർത്താവെ, അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേയ്ക്കായി തരുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.